വെൽക്കം ടു രജാൻസ്. നമ്മുടെ ചാനൽ ഫസ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ വരുന്നത് പ്യൂർ ക്രേ ഫാബ്രിക്കിൽ പാകിസ്ഥാനിയുടെ ഒറിജിനൽ ആ ഒരു കോൺസെപ്റ്റ് ചെയ്തേക്കുന്ന ഐറ്റം കേട്ടോ. അപ്പോൾ ഇതൊരു ബ്ലൂ ഷെയ്ഡിലാണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ഫ്രണ്ട് പോർഷനിലാണ് ആ ഒരു ഡിസൈൻ വരുന്നത്. നമ്മുടെ നോർമലി പാകിസ്ഥാനി എന്ന് പറഞ്ഞ് ഇപ്പോൾ വരുന്ന ആ ഒരു ഐറ്റം അല്ല, ശരിക്കും ഒറിജിനലായിട്ട് നമുക്ക് നേരത്തെ വന്നുകൊണ്ടിരുന്ന ആ ഒരു ഒറിജിനൽ പാറ്റേണിലുള്ള ഐറ്റം ആണിത്. അപ്പോൾ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതുപോലെയാണ്. ഇത് പ്യൂർ ക്രേപ്പ് ആട്ടോ, ഫാബ്രിക് വരുന്നത് കൂടിയ ഫാബ്രിക്കാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ലുക്ക് ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. നമ്മുടെ നോർമലി വരുന്ന അതുപോലെയല്ല, ഭയങ്കര ഒരു വെറൈറ്റി ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, എപ്പോഴും നേരത്തെ വന്നുകൊണ്ടിരുന്ന ഐറ്റം തന്നെയാണ്. അതിൻ്റെ അകത്ത് ആ ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെ ഒറിജിനലായിട്ട് തന്നെ ചെയ്തെടുത്തേക്കുന്ന ഐറ്റം. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ ഡിസൈൻ ഇതാണ്. അപ്പോൾ താഴത്തേക്ക് നല്ല വീതിയായിട്ട് തന്നെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ തയ്ച്ചിട്ടാൽ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. നമുക്ക് എപ്പോഴും പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ബോട്ടം വിത്ത് ലൈനിങ് ഉള്ള ഐറ്റം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ് ഈ ഒരു ഡിസൈൻ വന്നേക്കുന്നത്. ബാക്ക് സൈഡിൽ ആ പ്രിന്റ് ഇല്ല. ഫ്രണ്ടിൽ ഈ പ്രിന്റ് മാത്രമല്ല കേട്ടോ, അകത്തോട്ട് ചെറുതായിട്ട് ഈ ഒരു സെൽഫ് പ്രിന്റ് പോയിട്ടുണ്ട്. നല്ല കളേഴ്സാണ്, നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഫസ്റ്റ് വൺ വന്നേക്കുന്നത്. ബോട്ടം ലൈനിങ്ങും ഉണ്ട് കേട്ടോ, മടക്കി വെച്ചേക്കുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഐറ്റം. ദുപ്പട്ടയിലും സെയിം തന്നെ പ്രിന്റിംഗ് പാറ്റേൺ തന്നെ പോയിട്ടുണ്ട്. ബ്ലൂവിൻ്റെ ഒരു ടീൽ ബ്ലൂവിൻ്റെ ഒക്കെ നല്ല ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡ്. നമുക്കിതിൻ്റെ നമ്പർ V783, റേറ്റ് 2280. നമുക്കിതിൻ്റെ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് വൈറ്റ് ആണ്. ഭയങ്കര ലുക്കായിട്ട് ഈ ഒരു ഐറ്റം. നമുക്കിതിങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഫീലാണ്. ഞാൻ പറഞ്ഞില്ല, സാധാരണ പാകിസ്ഥാനി പോലെ നമ്മൾ ആ കോമൺ വിറ്റുകൊണ്ടിരിക്കുന്ന ആ ഒരു ഐറ്റമായിട്ട് തന്നെ കമ്പയർ ചെയ്യാനേ പാടില്ല കേട്ടോ. കാരണം അതിൻ്റെ റേറ്റും അതനുസരിച്ച് വ്യത്യാസമുണ്ട്. റേറ്റ് മാത്രമല്ല, മെറ്റീരിയലും കാണാനുള്ള ഭംഗിയും അത്രയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലും മൊത്തത്തിൽ ആ ഒരു കൺസെപ്റ്റിൽ തന്നെ ഫുൾ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഫിനിഷിംഗ് ഉള്ളൊരു വർക്കാണ് കേട്ടോ. ചെറിയതായിട്ട് ഒരു ഗ്ലാസ് വർക്കിൻ്റെ പാറ്റേൺ ചെയ്തിട്ടുണ്ട്. പ്യൂർ ക്രേപ്പ് ആണ് ഫാബ്രിക് ഇതാട്ടോ. ഇതുപോലെ വരും. പിന്നെ ബോട്ടം വിത്ത് ലൈനിങ് ഈ കൂടെ തന്നെ വെച്ചിട്ടുണ്ട്. അത് നല്ല സാറ്റിൻ്റെ മെറ്റീരിയലാണ്. ഇതിൻ്റെ ഏകദേശം ലുക്ക് ടോപ്പ് മാത്രം നമുക്ക് ദുപ്പട്ടയുടെ ആവശ്യം, സത്യം പറഞ്ഞാൽ ടോപ്പ് തന്നെയായിട്ട് തയ്ച്ചിട്ട് ഭയങ്കര അടിപൊളി ലുക്കാണ്. നമുക്ക് ഈ കുർത്തി പാറ്റേണൊക്കെ തയ്ച്ചെടുത്താൽ മതി. ദുപ്പട്ട വരുന്നത് ഇതുപോലെ, അതും വൈറ്റിലായതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയാട്ടോ. അപ്പോൾ അതിൻ്റെ പ്രിന്റ് ഇതുപോലെ വരും. പ്യൂർ ക്രേപ്പ് തന്നെയാണ് ദുപ്പട്ടയുടെ ഫാബ്രിക്കും വരുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടിയ മെറ്റീരിയൽസ് ആണ്. പറ്റുന്നവർ ഡ്രൈ വാഷ് തന്നെ ചെയ്യുക. വാഷ് ചെയ്യുന്നത് കുഴപ്പമില്ല. അപ്പം നമ്മൾ നോർമൽ വാഷ് ചെയ്യുമ്പോഴത്തേക്കും പ്യൂർ ക്രേപ്പ് ആയതുകൊണ്ടേ ഇച്ചിരി ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഡ്രൈ വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ നമ്പർ വരുന്നത് V784, റേറ്റ് 2280. നമുക്ക് അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു വൈൻ കൂടിയിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ മുമ്പത്തേനൊക്കെ കാണിക്കാൻ മറന്നു വരിക കാര്യം കേട്ടോ. കൈക്ക് ഇതുപോലെ പ്രിന്റഡ് പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. അത് നല്ല സ്റ്റൈലായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് ലൈനിങ് ഇല്ലാതെ വേണമെങ്കിൽ അങ്ങനെയും തയ്ക്കാം. പിന്നെ ലൈനിങ് ഇല്ലാതെ ചെയ്യുമ്പോഴത്തേനും ജോയിന്റ് വരുന്നിടത്ത് കുറച്ചിങ്ങനെ നമ്മൾ സ്റ്റിച്ചിങ് കറക്റ്റ് അല്ലെങ്കിൽ കുറച്ച് അകൽച്ച വരാൻ സാധ്യതയുണ്ട്. ലൈനിങ് ഇട്ട് തയ്ക്കുന്നതാണ് സേഫ്. നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരുടെ അടുത്താണെങ്കിൽ കുഴപ്പമില്ല, ലൈനിങ് ഇല്ലാതെ കൊടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്യുന്നത് അത് ശ്രദ്ധിച്ചോണം. കട്ടിങ്ങിൻ്റെ ഒക്കെ ഡിഫറൻസോട് ചിലപ്പോൾ ആ ഒരു ലൈനിങ് ഇല്ലാതെ വരുന്ന പോർഷൻസിൽ ഇപ്പോൾ ഈ മെറ്റീരിയൽ എന്നല്ല, അല്ലാതെ ചെയ്യുന്നതിനാണെങ്കിലും അങ്ങനെ ഒരു ഇച്ചിരി അകൽച്ച വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ലൈനിങ് ഇല്ലാതെ ചെയ്യുന്നതാണെങ്കിൽ നല്ലതായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരടുത്ത് തന്നെ കൊടുക്കണം കേട്ടോ. ആ ഒരു കട്ടിങ്ങിൻ്റെ ഡിഫറൻസ് കൊണ്ട് ചിലപ്പോൾ ആ ഒരു വേരിയേഷൻ വരും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെയാണ് കൈക്ക് കൊടുത്തേക്കുന്നത്. 2 പീസായിട്ട് വരുന്നുണ്ട് കേട്ടോ. ബോട്ടം വിത്ത് ലൈനിങ് ഉള്ള ഐറ്റമാണ്. ഇത് കളർ നല്ല അടിപൊളി കളറാട്ടോ. നല്ല രസമുള്ള വൈൻ കൂടിയിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ ഇതാണ് ടോപ്പിൻ്റെ ഏകദേശം ഒരു ലുക്ക് വരുന്നത്. താഴത്തോട്ട് ആ ഒരു ബോർഡറും മറ്റേ മുമ്പേ ഞാൻ കാണിച്ച പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. മുമ്പത്തേനും ഒക്കെ ആ ഒരു ദുപ്പട്ടയുടെ സെൻറ്ററിൽ ആ സെയിം ഡിസൈൻ തന്നെയാണ് കൈക്ക് വരുന്നത് കേട്ടോ. ഇതാണ് ദുപ്പട്ട. സൈഡ് ബോർഡറിൽ ക്രോഷഡ് ലേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോട്ടം ലൈനിങ് കൊടുത്തിട്ടുണ്ട്. നമ്പർ V781, റേറ്റ് 2280.